എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. MD വാസുദേവൻ നായരുടെ 36ഓളം കൃതികൾ ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ്. വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്. ഈ പാട്ടിൻ്റെ ട്യൂണിനനുസരിച്ചാണ് ഇതിലെ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഇതൊന്ന് പാടാം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഇതേ ട്യൂണിൽ വാരിക്കുഴി കൊണ്ട് നാലുകെട്ട്, അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. വാരിക്കുഴി കൊണ്ട് നാലുകെട്ട്, അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. കാലം നിന്നോർമ്മയ്ക്കായി പണിയും പെരുന്തച്ഛൻ, ആസുരവിത്തുകൾ വളർത്തുമൃഗം. വാരിക്കുഴി കൊണ്ട് നാലുകെട്ട്, അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. ഇനി നമുക്ക് പല്ലവി ഭാഗത്ത് വരുന്ന കൃതികൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. 1 വാരിക്കുഴി, 2 നാലുകെട്ട്, 3 ഇരുട്ടിൻ്റെ ആത്മാവ്, 4 ഓപ്പോൾ, 5 കാലം, 6 നിൻ്റെ ഓർമ്മയ്ക്ക്, 7 പെരുന്തച്ഛൻ, 8 അസുരവിത്ത്, 9 വളർത്തുമൃഗം. 1982 MD സംവിധാനം നിർവഹിച്ച് ചലച്ചിത്രമാക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതിയാണ് വാരിക്കുഴി. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ചലച്ചിത്രമാക്കപ്പെട്ട MDയുടെ മറ്റൊരു കൃതിയാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. ചലച്ചിത്രമാക്കപ്പെട്ട മറ്റൊരു കൃതിയാണ് ഓപ്പോൾ. കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇതിലെ കേന്ദ്ര കഥാപാത്രം സേതുമാധവൻ. MDയുടെ ഏറെ പ്രശസ്തമായ കൃതിയാണ് നിൻ്റെ ഓർമ്മയ്ക്ക്. ചലച്ചിത്രമാക്കപ്പെട്ട മറ്റു കൃതികൾ പെരുന്തച്ഛൻ, വളർത്തുമൃഗം, അസുരവിത്ത് എന്നിവയാണ്. അസുരവിത്ത് എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രം ഗോവിന്ദൻകുട്ടി. ജീവിത സംഘർഷങ്ങളും അതേപോലെ തന്നെ മതസൗഹാർദ്ദവും എടുത്തു കാണിക്കുന്ന കൃതിയാണിത്. ഇനി നമുക്ക് അനുപല്ലവി നോക്കാം. ആതിര പെണ്ണിൻ്റെ വെണ്ണില പാൽക്കുടം, നീയൊന്നു തൊട്ടപ്പോൾ പെയ്തുപോയി. ആതിര പെണ്ണിൻ്റെ വെണ്ണില പാൽക്കുടം, നീയൊന്നു തൊട്ടപ്പോൾ പെയ്തുപോയി. മഴവിൽ തമ്പുരുമീട്ടുമ്പോൾ എൻ സ്നേഹസ്വരങ്ങൾ പൂമഴയായി. സ്നേഹസ്വരങ്ങൾ പൂമഴയായി. പാദസരം തീർക്കും പൂഞ്ചോല, നിന്മണിക്കുമ്പിളിൽ മുത്തുകളായി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഇതേപോലെ കുട്ടേടത്തൂടെ മാണിക്യക്കല്ലിൽ, ദയയൊന്നു തൊട്ടപ്പോൾ വാരണാസി. കുട്ടേടത്തൂടെ മാണിക്യക്കല്ലിൽ, ദയയൊന്നു തൊട്ടപ്പോൾ വാരണാസി. രക്തം പുരണ്ട മൺതരികൾ, ഗോപുരനടയിൽ വാനപ്രസ്ഥം. ഗോപുരനടയിൽ വാനപ്രസ്ഥം.
ആരുടം തീർക്കും പഞ്ചാഗ്നി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. മനുഷ്യ നിഴലിനാൽ തീർക്കും ബന്ധനം, ആൾക്കൂട്ടത്തിൽ തനിയെയാക്കുന്നു. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. പല്ലവിയിൽ 9 കൃതികൾ പരിചയപ്പെട്ടു. അനുപല്ലിൽ വരുന്ന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 10 കുട്ടിയെടുത്തി, 11 മാണിക്യക്കല്ല്, 12 ദയ എന്ന പെൺകുട്ടി, 13 വാരണാസി, 14 രക്തം പുരണ്ട മൺതരികൾ, 15 ഗോപുരനടയിൽ, 16 വാനപ്രസ്ഥം, 17 ആരുഢം, 18 പഞ്ചാഗ്നി, 19 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, 20 മനുഷ്യ നിഴലുകൾ, 21 ബന്ധനം, 22 ആൾക്കൂട്ടത്തിൽ തനിയെ. 1971 MDയുടെ തിരക്കഥയിൽ PN മേനോൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കുട്ടിയെടുത്തി. MDയുടെ ബാലസാഹിത്യ കൃതികളാണ് മാണിക്യക്കല്ലും ദയ എന്ന പെൺകുട്ടിയും. വാരണാസി എന്ന കൃതിയിലെ കഥാപാത്രമാണ് സുധാകരൻ. ജീവിതത്തിലെ സംഘർഷമായ മുഹൂർത്തങ്ങളും അതിനെ എങ്ങനെയാണ് തരണം ചെയ്തതെന്നും ഒടുവിൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കാശിയിലേക്ക് പോകുന്ന സുധാകരൻ, ഇതാണ് ഇതിലെ പ്രമേയം. MD എഴുതിയ കഥയാണ് രക്തം പുരണ്ട മൺതരികൾ. MDയുടെ ഗോപുരനടയിൽ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. MD എഴുതിയ നാടകമാണ് ഗോപുരനടയിൽ. വാനപ്രസ്ഥം എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. ഇത് ഒരു പ്രണയകഥയാണ്. കേന്ദ്ര കഥാപാത്രങ്ങൾ വിനോദിനി, കരുണാകരൻ മാഷ്. MDയുടെ തിരക്കഥകളാക്കിയ കൃതികളാണ് ആരുഢം, പഞ്ചാഗ്നി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നിവ. മനുഷ്യർ നിഴലുകൾ എന്നത് യാത്രാ വിവരണമാണ്. യൂറോപ്യൻ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിൽ പറയുന്നത്. ആൾക്കൂട്ടത്തിൽ തനിയെ അമേരിക്കൻ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ്. ഇനി നമുക്ക് ചരണം നോക്കാം. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ, വാസന്ത നീരാളം നീ അണിഞ്ഞു. കുങ്കുമം ചാർത്തിയ പൊന്നുഷ സന്ധ്യതൻ, വാസന്ത നീരാളം നീ അണിഞ്ഞു. മഞ്ഞിൽ മയങ്ങിയ താഴ്വരയിൽ നീ കാനന ശ്രീയായി തുളുമ്പി വീണു. കാനന ശ്രീയായി തുളുമ്പി വീണു. അമ്പരം ചുറ്റും വരതു വയ്ക്കാം, നാം ഒരു വെൺമേഘത്തേരിലേറി. ഋതുക്കൾ നമുക്കായി പണിയും സ്വർഗത്തിൽ, ആകാശഗംഗയും ആമ്പൽക്കുളം. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഇതേപോലെ സ്വർഗം തുറക്കുന്ന സമയത്തിനുള്ളിൽ വിഷുക്കണി കണ്ട് 2 സ്വർഗം തുറക്കുന്ന സമയത്തിനുള്ളിൽ വിഷുക്കണി കണ്ട് 2 മഞ്ഞിൽ മയങ്ങിയ പാതിരാവിൽ പകൽ വെളിച്ചം പോലെ തുളുമ്പി വീണു. പകൽ വെളിച്ചം പോലെ തുളുമ്പി വീണു. വെള്ളം പതിക്കുന്നു താഴ്വരയിൽ, ഓളവും തീരവും ബന്ധനത്തിൽ. വെയിലും നിലാവും പണിയും കളിവീട്ടിൽ, കൽപ്പാന്ത കാഴ്ചതൻ ശിലാലിഖിതം. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. ചരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വർഗം തുറക്കുന്ന സമയം, വിഷുക്കണി, 2 മഞ്ഞ്, പാതിരാവ്, പകൽ വെളിച്ചം, വെള്ളം, ഓളവും തീരവും, പതനം, താഴ്വാര, വെയിലും നിലാവും, കളിവീട്, കൽപ്പാന്തം, കാഴ്ച, ശിലാലിഖിതം.
MD എഴുതിയ കഥകളാണ് വിഷുക്കണി, സ്വർഗം തുറക്കുന്ന സമയം എന്നിവ. ഇതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിലിരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിലിരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. കാലം നിന്നോർമ്മയ്ക്കായി പണിയും പെരുന്തച്ഛൻ, ആസുരവിത്തുകൾ വളർത്തു മൃഗം. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിലിരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. കുട്ടേടത്തിയുടെ മാണിക്യക്കല്ലിൽ ദയയൊന്നു തൊട്ടപ്പോൾ വാരണാസി. കുട്ടേടത്തിയുടെ മാണിക്യക്കല്ലിൽ ദയയൊന്നു തൊട്ടപ്പോൾ വാരണാസി. രക്തം പുരണ്ട മൺതരികൾ ഗോപുരനടയിൽ വാനപ്രസ്ഥം. ഗോപുരനടയിൽ വാനപ്രസ്ഥം. ആരുടം തീർക്കും പഞ്ചാഗ്നി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. മനുഷ്യനിഴലിനാൽ തീർക്കും ബന്ധനം, ആൾക്കൂട്ടത്തിൽ തനിയെയാക്കുന്നു. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിലിരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. സ്വർഗം തുറക്കുന്ന സമയത്തിനുള്ളിൽ വിഷുക്കണി കണ്ട് 2-ാമുഴം. സ്വർഗം തുറക്കുന്ന സമയത്തിനുള്ളിൽ വിഷുക്കണി കണ്ട് 2-ാമുഴം. മഞ്ഞിൽ മയങ്ങിയ പാതിരാവിൽ പകൽ വെളിച്ചം പോലെ തുളുമ്പി വീണു. പകൽ വെളിച്ചം പോലെ തുളുമ്പി വീണു. വെള്ളം പതിക്കുന്നു താഴ്വരയിൽ, ഓളവും തീരവും ബന്ധനത്തിൽ. വെയിലും നിലാവും പണിയും കളിവീട്ടിൽ, കൽപ്പാന്ത കാഴ്ചതൻ ശിലാലിഖിതം. വാരിക്കുഴി കൊണ്ട് 4 കെട്ട്, അതിലിരുട്ടിൻ്റെ ആത്മാവ് പൊന്നോ പോൾ. താങ്ക് യു.